എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തു. ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ ജൂൺ 25 വരെ. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ ജൂൺ മാസം 20 പബ്ലിഷ് ചെയ്തു. പെർമനൻ്റ് അഡ്മിഷനായിട്ടും ടെമ്പററി അഡ്മിഷനായിട്ടും വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം 25 വരെ നിങ്ങൾക്ക് കോളേജിൽ ഹാജരാകാം. ജൂൺ മാസം 25 വരെ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിൽ ഹാജരാകാൻ സാധിക്കും. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. കാരണം ആ വിദ്യാർത്ഥിക്ക് ഹയർ ഓപ്ഷൻ ഇനി പോകാനില്ല. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി നിർബന്ധമായും പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. കാരണം ആ വിദ്യാർത്ഥി സംബന്ധിച്ച് ഹയർ ഓപ്ഷൻ ഉണ്ട്. ആ വിദ്യാർത്ഥിക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കും. ജൂൺ 25 വരെയാണ് നിങ്ങൾക്ക് അതാത് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകുക. ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാതെ രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സീറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയില്ല. നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ജനറൽ കാറ്റഗറിക്ക് 1575 രൂപ. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് 1575 രൂപയാണ്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 50 രൂപയാണ്. SC/ST കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് 50 രൂപയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരിക. ഈ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരാകുകയും ചെയ്യണം. അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ ഹാജരാകുകയും ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയും ശേഷം അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടും അതാത് കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഹയർ ഓപ്ഷൻ ആ വിദ്യാർത്ഥിക്കുണ്ട്. ആ വിദ്യാർത്ഥിക്ക് ഹയർ ഓപ്ഷൻ പോവാം എന്നുള്ളത് ആ വിദ്യാർത്ഥി ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾ കോളേജിൽ ഫീസ് അടച്ച് നിങ്ങൾക്കിപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച് പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഫീസ് അടച്ച് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് വേണം. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തെന്ന് വെച്ചാലും നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങളിപ്പോൾ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കോളേജിൽ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരായി നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു. നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. കോളേജിൽ നിങ്ങൾ എടുത്തത് പെർമനൻ്റ് അഡ്മിഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ ഹയർ ഓപ്ഷൻ ഇപ്പം നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താൽ ഹയർ ഓപ്ഷൻ പോകാൻ പാടില്ല. ഹയർ ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് പോകാൻ പാടില്ല. കാരണം നിങ്ങളെടുത്തത് പെർമനൻ്റ് അഡ്മിഷനാണ്. പക്ഷേ അഥവാങ്ങാനും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടും ഹയർ ഓപ്ഷൻ ഉണ്ടായിട്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് ഹയർ ഓപ്ഷൻ പോയാൽ നിങ്ങൾ നിർബന്ധമായും പ്രവേശനം മാറേണ്ടി വരും. അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ പോയാൽ നിങ്ങൾ മാറേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ
ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയണം എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഇസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.